ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൻ്റെ വീഡിയോ ഷോർട്സൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം. അപ്പോൾ ഈ എല്ലാവർക്കും ഇപ്പോഴുള്ള പ്രശ്നമാണ് കേട്ടോ, മുടി കൊഴിച്ചിലും പിന്നെ മുടിയിലുള്ള ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലംസും മുടി പൊട്ടിപ്പോണൊക്കെ പ്രശ്നത്തിനൊക്കെ ഉള്ള ഒരു വിധം മുടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാട്ടോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് ഒരു പാടുണ്ട്. പാടത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് കുറച്ച് ഇലകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത നല്ലൊരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെയർ ഓയിലാട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബ്രഹ്മീൻ്റെ ഇല കേട്ടോ. ബ്രഹ്മീൻ്റെ ഇലയും പറിക്കും ചെയ്യാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ തിരഞ്ഞ് നടക്കുക. അപ്പോൾ ബ്രഹ്മീൻ്റെ ഇല പോലെ തന്നെ ഉള്ള ഒരു വാല്യൂ ഉള്ള ഒരു ഇലയാണ് കേട്ടോ മുത്തുള്ളെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ബുദ്ധി വളർച്ചയ്ക്ക് ബ്രഹ്മി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ബ്രഹ്മി മാത്രമല്ല, ഈ മുത്തലിൻ്റെ ഇലയും ബ്രഹ്മിനെ പോലെ തന്നെ വാല്യൂ ഉള്ള ബുദ്ധി വളർച്ചയ്ക്കും കൊഞ്ഞൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പാലിലരിച്ചിട്ടും അല്ലാതെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ നീരെടുത്തിട്ട് അങ്ങനെ കുടിച്ചാലൊക്കെ മതി. അപ്പോൾ ബ്രഹ്മിനെ പോലുള്ള വാല്യൂ ഉള്ള ഇലയൊക്കെ തന്നെ കേട്ടോ ഈ മുത്തലും. അപ്പോൾ നമുക്ക് വേണ്ടിയത് ഈ ഹെയർ ഓയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയതാണ് തെച്ചീൻ്റെ പൂവ്, കഞ്ഞുണ്ണി. അപ്പോൾ കഞ്ഞുണ്ണി ഓൾറെഡി പറിച്ചിട്ട് കയ്യിലുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ബ്രഹ്മിനെ പോലെ വാല്യൂ ഉള്ള ഒരു ഇല തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഇതും ഒന്ന് നിങ്ങളെ കാണിക്കുക, നിങ്ങളെ പരിചയപ്പെടുത്തുക. നിങ്ങളെ നാട്ടിലൊക്കെ ഈ ഇലക്ക് എന്താ പറയുക എന്നുള്ളത് അറിയുകയും ചെയ്യുക. ഇതൊക്കെ ഔഷധ ഗുണമുള്ള ഇലകളാട്ടോ. ഇതാണ് കഞ്ഞുണ്ണി കേട്ടോ. കഞ്ഞുണ്ണി ഹെയർ ഓയിലിന് ഏറ്റവും നല്ലതാണ്. കഞ്ഞുണ്ണിയൊക്കെ തലയ്ക്ക് നല്ല തണുപ്പിനൊക്കെ നല്ലതാണ്. നമ്മളെ മുടി കൊഴിച്ചിലിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പക്ഷെ കൂടുതൽ തലയിൽ നല്ല തണുപ്പ് കിട്ടും ഇതൊക്കെ. ഈ ഇലകളൊക്കെ എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളും പോരാത്തത് മീൻസ് പാടത്ത് ഓർഗാനിക്കായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങൾ, പ്രകൃതിയായിട്ട് ഉണ്ടാവുന്ന ഇലകളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. കുറേ നല്ലോണം ഹെയർ ഫോൾസൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു തവണ ഒന്നല്ല, നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പിന്നെയും മുത്തലിൻ്റെ ഇല കാണിക്കണമെന്നല്ല, ബ്രഹ്മി മാത്രമല്ല, ഇനി ബ്രഹ്മി ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മുത്തലിൻ്റെ ഇലയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ബ്രഹ്മി ഇപ്പോൾ പിന്നെ പുറത്ത് ഷോപ്പിലൊക്കെ ഇത് ഉണക്കി പൊടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ബ്രഹ്മീൻ്റെ പൊടികൾ എന്ന് പറഞ്ഞിട്ട് കിട്ടാണ്ടല്ലോ. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇങ്ങനെ പാടത്തും വരുമ്പത്തൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കൾക്കായാലും ഇനി കുഞ്ഞിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്താ പറയുക, ചില വാക്കുകളൊന്നും വ്യക്തമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ അത് കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആ ഇല കാണിക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കഞ്ഞുണ്ണി മാത്രമൊന്നുമല്ല കേട്ടോ, എനിക്ക് ബ്രഹ്മീൻ്റെ ഇലയും മുത്തലിൻ്റെ ഇലയൊക്കെ കിട്ടി, തെച്ചീൻ്റെ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ. ഇതിലൂടെയൊക്കെ ശരിക്കും വണ്ടി വരും. ഇപ്പം മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇട്ടിട്ട് ചളിയായിട്ട് കുറച്ച് കിലോമീറ്റർ ദൂരത്തേക്ക് ഇങ്ങനെ നടക്കാൻ പോകുന്ന വഴിക്കൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും പറിച്ചുകൊണ്ട് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടാട്ടോ പറിക്കണം. അങ്ങനെയാണ് ചെമ്പരത്തിൻ്റെ പൂവ് കണ്ടത്, 5 ഇതൾ ചെമ്പരത്തിപ്പൂ. അപ്പോൾ അതും അങ്ങോട്ട് പറിച്ചിരിക്കുന്നത് പോകുമ്പോൾ ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ മോളെ എടുത്തോ. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പം എടുക്കാം എന്ന് കരുതി അങ്ങനെ തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ അന്ന് പറിച്ചിട്ട് പിന്നെ കുറേ ഇലകൾ കളക്ട് ചെയ്യണ്ടേ. അപ്പോൾ ചെമ്പരത്തിൻ്റെ പൂക്കളൊക്കെ കിട്ടിയിടത്തു നിന്നൊക്കെ പൂക്കൾ കളക്ട് ചെയ്ത് ചെമ്പരത്തിൻ്റെ പൂവ്
ചെമ്പരത്തിൻ്റെ മുട്ട്, പേരക്കൻ്റെ ഇല, തുളസി, പിന്നെന്താ നെല്ലിക്ക, കറിവേപ്പില. ഈ കറിവേപ്പില അത് നാരങ്ങ കേട്ടോ. കറിവേപ്പില വീട്ടിലുണ്ടായതാട്ടോ. എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ അവിടെ ഉണ്ടായ കറിവേപ്പിൻ്റെ ഇല കേട്ടോ. എന്താ പറയുക, എന്താ പറയുക, രാസവളമോ ജൈവവളമൊന്നും ഉപയോഗിക്കാണ്ട് നോർമലായിട്ട് ഉണ്ടായതാട്ടോ. അവിടെ പൊട്ടിത്തെളിച്ചുണ്ടായ കറിവേപ്പിലാണ്. അപ്പം ഒക്കെ എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലിനും കാലനേരം, പിന്നെ മുടിക്ക് നല്ല തണുപ്പുണ്ടാവാൻ, മെയിനായിട്ട് ഡാൻഡ്രഫ്, മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രോബ്ലങ്ങൾക്ക് ഏറ്റവും നല്ലതാട്ടോ ഈ ഹെയർ ഓയിൽ. മാക്സിമം കിട്ടുന്ന ഇലകളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഔഷധ ഗുണങ്ങളുള്ള ഓരോ ഇലകളും ഞാൻ നോക്കി എടുത്തിട്ടുണ്ട്. ഇത് തുളസി ഒരു കൈ നിറയെ, നമുക്ക് എത്രത്തോളം തുളസി കിട്ടുമോ അത്രത്തോളം നല്ലതാട്ടോ തുളസി മുടിക്ക്. പിന്നെ തെച്ചി, എനിക്ക് തെച്ചി കിട്ടിയതാകെ കുറച്ചുള്ളൂ കേട്ടോ. ഇത് വെച്ചാൽ കാട്ടു തെച്ചി കേട്ടോ. പിന്നെ നാരങ്ങ, ചെറുനാരങ്ങ, ഒരു 3-4 ചെറുനാരങ്ങ, ഒരു നെല്ലിക്ക, 5-6 നെല്ലിക്ക ഒക്കെ നല്ലതാണ്. പറ്റുന്ന എത്ര നിങ്ങൾക്ക് നെല്ലിക്ക എടുക്കാൻ പറ്റും അത്രയും നല്ലതാണ് കേട്ടോ. ചെറുനാരങ്ങായാലും. ഇത് ചെമ്പരത്തിൻ്റെ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അത്രയും യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് കറിവേപ്പില, നാടൻ കറിവേപ്പില കേട്ടോ. ഇത് അല്ലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ വേണ്ടിയത്. ഞാൻ ഇത്രയും കറിവേപ്പിലാണ് ഞാൻ ഹെയർ ഓയിലിലേക്ക് ഇപ്പോൾ യൂസ് ചെയ്തത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ പേരക്കൻ്റെ ഇല ഞാൻ എടുത്തത് തൂമ്പില്ലേ, നല്ല ഇളയ തൂമ്പ് നോക്കിയിട്ട് അതാണ്. ഇതാണ് കഞ്ഞുണ്ണിൻ്റെ വേരൊക്കെ പോയിക്കിട്ട് ഇല മാത്രമാക്കിയിട്ട് എടുക്കട്ടോ. ഇത് തണ്ടും നല്ലതാണ് കേട്ടോ. പക്ഷെ ഞാൻ എടുത്തത് ഇതിൻ്റെ ഇല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ ഇത്രയാണ് ഇല എടുത്തത്. ഇതിനെക്കാട്ടി കൂടുതൽ ഇല എൻ്റെ കയ്യിൽ ഉണ്ടേനു കേട്ടോ. പിന്നെ ചിലർക്ക് കഞ്ഞുണ്ണിൻ്റെ ഇല തല തേച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉള്ളവർക്കാണെങ്കിൽ കഞ്ഞുണ്ണിൻ്റെ ഇല കുറയ്ക്കും. പിന്നെ ചുവന്നുള്ളി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡാൻഡ്രഫിനൊക്കെ ചുവന്നുള്ളിൻ്റെ ഇല നല്ലതാണ്. ചുവന്നുള്ളി, ചെറുനാരങ്ങ, ഇനി ചെറുനാരങ്ങൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ ഒരു 2 കൈക്ക് കൊള്ളാവുന്നിടത്ത് ഇട്ട ചുവന്നുള്ളി. ഇത് ഉലുവ ഒരു കൈക്ക് കൊള്ളാവുന്ന രൂപത്തിലുള്ള ഒരു ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കില്ല ഞാൻ പറഞ്ഞത്. ചുവടൊക്കെ ചുവന്ന ഉള്ളി എന്നറിയുന്ന ചെറിയ ഉള്ളില്ലേ, ചെറിയ ഉള്ളിക്കാണ് ചുവന്ന ഉള്ളി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. നമ്മളെ സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷകൾക്ക് വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ എടുത്തത്. ചെമ്പരത്തീൻ്റെ പൂവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. തുളസീൻ്റെ ഇല, ഞാൻ ഇതെല്ലാം കൂട്ടിയിട്ട് ആദ്യം 2 ബാച്ചാക്കിയിട്ടാട്ടോ ഞാൻ മിക്സിയിൽ അടിച്ചത്. കാരണം ഇതൊക്കെ ഒറ്റ ബാച്ചിലായിട്ട് മിക്സിയിൽ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ ബാച്ചാക്കിയിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചതാണ്. എല്ലാം ഇതാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക, പേസ്റ്റ് രൂപത്തിൽ അടിക്കുക. അടിച്ചതിന് ശേഷം എല്ലാം 2 ബാച്ചാക്കി അടിച്ചതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം നല്ലൊരു ഓട്ടുരുളിയിൽ വെക്കണം കേട്ടോ. നല്ലത് ഓട്ടുരുളിയിൽ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാൻ ഒരു 1/2 ലിറ്ററിൽ അതിൻ്റെ പകുതി കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയതാണത്. അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഈ മിക്സ് ചെയ്തത് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചില്ലേനു, അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി ഒരു പാത്രത്തിലാക്കി ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി
നല്ലോണം മിക്സാക്കുക കേട്ടോ. നല്ലോണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ മാക്സിമം അത്രത്തോളം മിക്സ് ചെയ്യുന്നു ഇതൊക്കെ കൂടി ആദ്യം നമുക്ക് വിട്ട് നിൽക്കുന്ന പരുവത്തിലാട്ടോ ഇത് കിട്ടാം. നല്ലോണം മിക്സാക്കാം. മാക്സിമം മിക്സാക്കിയിട്ട് നല്ലോണം എണ്ണ അത് ഓവർ ചൂടാക്കിയെടുത്താൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് മിക്സ് ആയതിന് ശേഷം ഇങ്ങനെ തിള വരുമ്പോൾ ഒന്ന് സ്ലോ ആക്കാം. സ്ലോ ആക്കിയിട്ട് നല്ലോണം കൈവിടാതെ മിക്സാക്കി ഇതാക്കാം. എനിക്ക് എന്താണെന്നറിയില്ല, ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചുമ ഇതുവരെ ഇല്ലാത്ത ചുമ. മക്കളിത് എത്ര മണിക്കൂർ ഇങ്ങനെ കൈവിടാതെ ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഞാൻ എന്താക്കുന്ന കുറേ നേരം ആക്കിയതിന് ശേഷം കേട്ടോ ഇങ്ങനൊരു ഹെയർ ഓയിൽ കയ്യിൽ തിന്നിട്ട് നല്ലോണം ചൂടായി ഈ ഒരു പരുവാകുമ്പോൾ, അതായത് വെളിച്ചെണ്ണയും ഈ മിക്സ് ചേർത്തില്ല അതും 2 പരുവത്തിലും ആയി എന്ന് തോന്നി. അതായത് നമുക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ വേറെ ഇത് വേറെ ആയിട്ട് തോന്നും. ആ ഒരു ടൈമിൽ നമ്മൾ മുണ്ടുണ്ടല്ലോ, കോട്ടൺ അല്ലെങ്കിൽ തോർത്തുമുണ്ട് പോലുള്ള അതിൽ നല്ലോണം പിഴിഞ്ഞതിൻ്റെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഈ വെളിച്ചെണ്ണ ഒരു ജാറിലേക്ക് ആക്കി. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയൊരു ബോട്ടിലും വേറൊരു ബോട്ടിലാട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.